വൺസ് അഗൈൻ സുൽത്താൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി സിനിമ കണ്ടാലോ? ഒരു അടിപൊളി ഫാന്റസി അഡ്വഞ്ചർ മൂവി 2005 റിലീസ് ചെയ്ത ദി ബ്രദേഴ്സ് ഗ്രിം എന്ന അമേരിക്കൻ മൂവിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. രണ്ട് ഗ്രിം സഹോദരങ്ങളുടെ കഥ. ഗ്രിം എന്ന അവരുടെ പേരിനെ കുറിച്ച് വേറെയും കുറെ ചരിത്രങ്ങളുണ്ട്. അതുമല്ല, സിനിമയിൽ അവരുടെ ഒറിജിനൽ ലൈഫല്ല, ഡിഫറെന്റ് സ്റ്റോറിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സിനിമ എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഈ ഇടക്കാലത്തൊന്നും ഇത്രയും ത്രില്ലടിച്ചിരുന്ന് കണ്ട പടം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അത്രയും ഒരു കിഡിലൻ മൂവി. പ്രേതത്തെ പിടിക്കുന്നവരെന്ന ഉടായ്പകൾ കാണിച്ച് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന രണ്ട് ഗ്രിം സഹോദരങ്ങൾ. അവരുടെ ഈ കള്ളത്തരങ്ങൾ കാരണം വലിയൊരു ജോലി അവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. അത് ചെയ്തു തീർത്തില്ലാൽ അതിന്റെ പ്രതിഫലം മാറണം. എന്നാൽ അവർക്ക് കിട്ടുന്ന പണിയാണെങ്കിൽ അതിലും കുഴപ്പം പിടിച്ചത്. ഒരു ഗ്രാമത്തിൽ നിന്ന് പെൺകുട്ടികളെ മാത്രം കാണാതാവുന്നു. ഒരു ശാപം കിട്ടിയ ഗ്രാമം. നോക്കി നിൽക്കെ കൺമുന്നിലാണ് ഓരോന്ന് സംഭവിക്കുന്നത്. ഇതെല്ലാം കൺമുന്നിൽ കണ്ടിട്ടും അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. തുടക്കം മുതൽ അവസാനം വരെയും സസ്പെൻസ് കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നു. ആ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് കാരണം എന്താണെന്നൊക്കെ നമുക്കിനി വഴിയെ കാണാം. ഇനി ഒരു സന്തോഷ വാർത്ത പറയട്ടെ. നമ്മുടെ ഈ ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം 1K സബ്സ്ക്രൈബ് ആയിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു ദിവസം 500 വട്ടമെങ്കിലും ഞാൻ വൈറ്റി സ്റ്റുഡിയോ എടുത്ത് നോക്കും, സബ് കയറിയോ വ്യൂസ് കയറിയോ എന്നൊക്കെ. അങ്ങനെ ഒടുവിൽ കണ്ണും നട്ട് കാത്തിരുന്ന് ഇപ്പൊ അത് സംഭവിച്ചു. അത്രമാത്രം സന്തോഷമുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും ഞാൻ കരുതിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് മൈ ഓൾ ഫ്രണ്ട്സ്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ ഈ സിനിമ മനസ്സുകൊണ്ട് കാണാം. ആദ്യം തന്നെ നമ്മുടെ ഹീറോസ് ഗ്രിം ബ്രദേഴ്സിന്റെ ചെറുപ്പകാലം, അവരുടെ കുടുംബം കാണിക്കും. അമ്മ, സഹോദരി, പിന്നെ നമ്മുടെ ഹീറോസ് വിൽ ആൻഡ് ജേക്കബ്. അവരുടെ സഹോദരിക്ക് സുഖമില്ലാതായിരിക്കുന്നു. എന്നാൽ ചികിത്സിക്കാനോ മരുന്ന് വാങ്ങിക്കാനോ ഒന്നിനും പണമില്ല. അതുകൊണ്ട് തന്നെ ജേക്കബ് അവർക്കുള്ള പശുവിനെ വിൽക്കാനായി പുറത്തേക്ക് പോയിരിക്കുന്നു. ജേക്കബ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ തന്നെ വിൽ അവനോട് പണം കിട്ടുമെന്ന് ചോദിക്കും. പണം കിട്ടിയില്ല, പകരം ഈ മാജിക് ബീൻസ് കിട്ടിയെന്ന് ജേക്കബ് പറയും. സംഭവം ജേക്കബ് പശുവിനെ വഴിയിൽ തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ആർക്കോ കൊടുത്തു. അയാള് മാജിക് കൊണ്ട് പവറുണ്ട്, മന്ത്രം തന്ത്രം എന്ന് പറഞ്ഞ് പണം കൊടുക്കാതെ മാജിക് ബീൻസ് എന്ന് പറഞ്ഞ് അത് കൊടുത്ത് പറഞ്ഞു വിട്ടു. വില്ലിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യം. അനിയത്തെ ചികിത്സിക്കാൻ പണം വേണം, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വില്ലും ജേക്കബും തമ്മിൽ അടിയാവും. ഇവിടെ അവർ കാണിക്കുന്നത് ഇവരുടെ ജീവിത സാഹചര്യമാണ്. ഹീറോസിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ട്രാജഡിയും അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നൊക്കെയാണ്. ജേക്കബ് ഫാന്റസിയിലും മാജിക്കിലും ഒക്കെ വിശ്വസിക്കുന്നവനാണ്. വില്ല് യാഥാർത്ഥ്യം, പ്രാക്ടിക്കൽ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവനുമാണ്. അടുത്ത സീനിൽ ഹീറോസ് ഒക്കെ വലുതായി അവരൊരു ഗ്രാമത്തിൽ വരും. അവിടെയുള്ള ആളുകൾ ഹീറോസിനോട് ഇവിടെ ഒരു പിശാചുണ്ട്, അതിവിടെ നമ്മളെ ശപിക്കുന്നു, വീടുകളിൽ അനർത്ഥങ്ങൾ സംഭവിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമെന്നൊക്കെ പറയും. നമ്മൾ ഇതിലും വലിയ പിശാചിനെ പിടിച്ചവരാണ്, നിങ്ങൾ പേടിക്കേണ്ടെന്ന് ഹീറോസ്. അങ്ങനെ പിശാചിനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. എന്നിട്ട് വാളും പരിചയും കുന്തവും കോലും അമ്പും വില്ലുമായി ഹീറോസ് അവരുടെ പണികൾ തുടങ്ങി. അപ്പൊ അവിടേക്ക് ഭയങ്കരമായി കാറ്റ് വീശി. അതേസമയം അവരുടെ പുറകിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടും. നമ്മുടെ ഹീറോസ് ഇത് കണ്ട് ഗ്രിം സഹോദരങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കുന്നവരല്ലെന്ന് പറഞ്ഞ് വില്ല് അതിന്റെ നേരെ വാൾ ഉയർത്തും. അപ്പൊ തന്നെ വാൾ അവന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോകും. ജേക്കബ് അതിനെ അമ്പ് ചെയ്യാൻ നോക്കുന്നതും ആ രൂപം ജേക്കബിനെ വലിച്ചെടുത്തെറിയും. അതിനുശേഷം ഹീറോസ് രണ്ടുപേരും തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഈ പിശാജ് ഇവരെ കൺട്രോൾ ചെയ്ത് പരസ്പരം ഷൂട്ട് ചെയ്യാൻ നോക്കും. ഹീറോസ് ബലം പ്രയോഗിച്ച് ഒരുവിധം കൺട്രോൾ ചെയ്ത് അവിടെ നിന്ന് മാറി ജേക്കബ് അതിനെ മന്ത്രം ചെയ്ത് അമ്പി. അത് കൊണ്ട ഉടനെ തന്നെ പിശാജ് പുക പോലെ മാറിപ്പോകും. ഇത് കണ്ട ആ ഗ്രാമത്തിലെ ഒരാള് ഹീറോസ് പിശാജിനെ തളച്ചു എന്ന് വിളിച്ചു കൂകി എല്ലാരും അറിയിക്കും. അയാള് പോയി കഴിഞ്ഞാണ് കാണിക്കുന്നത് ഈ പിശാജായി വന്നത് നമ്മുടെ ഹീറോസിന്റെ കൂട്ടത്തിൽ തന്നെ ആളാണ്. സംഭവം ഹീറോസ് നേരത്തെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ പ്രേതം, പിശാജ് ഉള്ളതുപോലെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടും. ഇത് കണ്ട ആളുകളെല്ലാം പേടിക്കുമ്പോ ഇവരെ തന്നെ അതിനെ തളയ്ക്കാൻ വിളിക്കും. ഇവര് വന്ന് അതിനെ പിടിച്ചിട്ട് പൈസ തട്ടും. ഇതാണ് നമ്മുടെ ഹീറോസിന്റെ പരിപാടി. അടുത്ത സീനിൽ ഒരു കുട്ടി അവിടുത്തെ കാടിനുള്ളിൽ പൂ പറിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ അവിടെ എന്തൊക്കെയോ ശബ്ദവും അനക്കവും ശ്രദ്ധിക്കും. നോക്കുമ്പോൾ മരങ്ങളൊക്കെ ചലിക്കുന്നു. ആ കാടിനുള്ളിൽ ഭയാനകമായ സൗണ്ട് പുറപ്പെടും. ഈ പെൺകുട്ടി ഇതെല്ലാം കണ്ട് പേടിച്ചവിടെ നോട് രക്ഷപ്പെടാൻ നോക്കും. അവളുടെ മുത്തച്ഛൻ പുറത്തു വന്ന് നോക്കുമ്പോഴേക്കും ഒരു കറുത്ത രൂപം വന്ന് ആ കുട്ടിയെ കൊണ്ടുപോകും. പിന്നെ നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല. അടുത്ത സീനിൽ ഹീറോസിനെ കാണിക്കും. പുതിയ ഗ്രാമത്തിലെ ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ പണം വെച്ച് ആർമാദിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഫ്രഞ്ച് സോൾജിയേഴ്സ് ഹീറോസിനെ പിടിക്കാൻ അവിടേക്ക് വരും. അവര് വന്ന് എല്ലാത്തിനും അവിടെ നിർത്തോണ്ട് പോകും. ഇവർ ഈ ഫ്രോഡ് പണി കാണിക്കുന്ന കാര്യം ഹീറോസിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേര് വള്ളിപുള്ളി തെറ്റാതെ പറഞ്ഞിട്ടുണ്ട്. ഈ ഫ്രോഡ് പണി മനസ്സിലാക്കി ഹീറോസിനെ കൊല്ലാൻ തീരുമാനിക്കും. ബാർബഡനിലുള്ള 9 കുട്ടികളെ കാണാതായിരിക്കുന്നു. അത് നമ്മുടെ ഹീറോസ് ചെയ്തു എന്നാണ് ഇവിടെ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ കുട്ടികളെ എന്ത് ചെയ്തു തലവൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇതുവരെ ആ സ്ഥലത്ത് പോയിട്ടില്ലെന്ന് ഹീറോസ് പറയും. കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് ഹീറോസിന്റെ കൂട്ടാളികളായ രണ്ടുപേരെ ചങ്ങലയിൽ കെട്ടി തല കീഴായി കെട്ടിത്തൂക്കി തലയിലൊരു ബോക്സ് വെച്ച് അതിനകത്ത് ഒച്ചുകളെ നിറച്ച് തിളച്ച ദ്രാവകത്തിലേക്ക് തള്ളിവിടാൻ നോക്കും. ഹീറോസ് ഇത് കൊണ്ട് പേടിച്ച് നമ്മൾ അവിടെ പോയിട്ടില്ല എന്ന് തന്നെ വീണ്ടും പറയും. ഇത് കേട്ട് തലവൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പോലെയാണ് അവിടെ ഓരോ തന്ത്രങ്ങൾ നടക്കുന്നത്. 9 പെൺകുട്ടികൾ അവിടെ നിന്ന് കാണാതായി. അവിടുത്തെ തന്ത്രം മന്ത്രങ്ങൾ തകർത്ത് അവരെ തിരിച്ചു കൊണ്ടുവരാൻ ഹീറോസിനെ നിയമിക്കും. നിങ്ങളുടെ അവസാന ചാൻസ്,
ഇത് ഏറ്റെടുത്ത് കാണാതായ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മരണമായിരിക്കും സംഭവിക്കുന്നത്. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഹീറോസ് അതിനെ സമ്മതിക്കും. അടുത്ത സീനിൽ 2 കുട്ടികൾ കാടിനുള്ളിൽ കാണാതായ മറ്റു പെൺകുട്ടികളെ അന്വേഷിച്ചു വരും. പെൺകുട്ടി അവളുടെ സഹോദരനോട് അമ്മ നമ്മളെ അന്വേഷിക്കും, ഇങ്ങോട്ട് വരരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് സഹോദരൻ പകൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട, കൂടെ വരാൻ പറയും. കുറച്ചങ്ങ് അകത്തേക്ക് പോകുമ്പോൾ അവളുടെ സഹോദരനെ കാണാതെയാവും. അവനെ അന്വേഷിച്ച് നടക്കുന്ന സമയം എന്തൊക്കെയോ നിഗൂഢത തോന്നും. ആ സമയം പെൺകുട്ടിയുടെ തോളിലുണ്ടായിരുന്ന സ്കാർഫ് ഒരു മരത്തിന്റെ ചില്ല വലിച്ചെടുത്ത് അതിനെ കാറ്റിൽ പറപ്പിക്കും. അത് മരത്തിന്റെയും പുഴയുടെയും കല്ലുകളുടെ ഇടയിലൂടെ പൊക്കോണ്ടേയിരിക്കും. ഈ പെൺകുട്ടി അതിന്റെ പുറകെ തന്നെ അത് എടുക്കാൻ പോകും. ഇവിടെ അവളുടെ സഹോദരൻ അവളെ നോക്കുമ്പോൾ അവളെ കാണില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഈ പെൺകുട്ടി ഒരു ഗുഹയ്ക്കുള്ളിലെത്തി അത് വലിച്ചെടുക്കുമ്പോൾ അതിനകത്തുനിന്ന് കുറെ പാറ്റ പോലെ പ്രാണികൾ ഇറങ്ങി വരും. അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കയ്യിൽ കോടാലിയുമായി ഒരു വലിയ രൂപം അവളുടെ പുറകിൽ നിൽക്കുന്നു. പിന്നെ അവിടെ എന്താ സംഭവിച്ചെന്ന് പറയില്ല. അടുത്ത സീനിൽ ഹീറോസ് ബാർബഡാൻ എന്ന ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. അതായത് ഈ കുട്ടികളെ കാണാതാവുന്ന ഗ്രാമത്തിൽ. കൂടെ തലവന്റെ റൈറ്റ് ഹാൻഡായ കാവൽഡി ഉണ്ട്. അവിടുത്തെ ആളുകൾ ഹീറോസിനെ കണ്ട് കള്ളന്മാരാണെന്ന് കരുതി തോക്കും കത്തിയുമായി കൊല്ലാൻ നോക്കും. ഒരു കുട്ടി ഓടി വന്ന് ഇവര് നമ്മളെ രക്ഷിക്കാനാണ് വന്നതെന്ന് പറയും. അതെ, ഇവിടത്തെ മന്ത്രം, തന്ത്രങ്ങൾ, മായാജലം എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്ന ഹീറോസ് പറയും. അതിന് ആ ഗ്രാമത്തിലുള്ള ഒരു മുത്തി സമയം കഴിഞ്ഞിരിക്കുന്നു, ഇത് ശാപം കിട്ടിയ ഗ്രാമമാണെന്ന് പറയും. അടുത്ത സീനിൽ രണ്ടാമത് കാടിനുള്ളിൽ പോയ 2 കുട്ടികൾ, അതിൽ സഹോദരൻ സഹോദരി എങ്ങനെ നഷ്ടമായി എന്നൊക്കെ വിശദീകരിക്കും. അവളെ ഇപ്പോൾ നഷ്ടമായി, മറ്റുള്ളവരും അവരുടെ കുട്ടികളെ നഷ്ടമായത് പറയും. ഇനി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഗ്രിം സഹോദരങ്ങൾ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് കാടിനെ പരിചയമുള്ള ഒരാളെ വേണോന്ന് ഹീറോസ് പറയും. അടുത്ത സീനിൽ നമ്മുടെ ഈ സിനിമയിലെ ഹീറോയിനെ കാണിക്കും. അവളുടെ പേര് ആഞ്ചലിക്ക. അവള് ഭയങ്കര ധൈര്യമുള്ള ഒരു വേട്ടക്കാരി കൂടിയാണ്. ഹീറോയിൻ അവിടെ ഒരു വവ്വാലിനെ കൊന്ന് എന്തൊക്കെയോ ചെയ്യുന്ന സമയം ഹീറോസ് അവിടെ വന്ന് അവര് തന്നെ നാടകം നടത്തി പ്രേതത്തെ പിടിച്ച കാര്യങ്ങൾ അന്തസ്സോടെ സ്വയം പുകഴ്ത്തി പറയും. എന്നിട്ട് നമ്മളെ ഈ കാട്ടിലെ വഴികൾ കാണിക്കണമെന്ന് സഹായം ചോദിക്കും. ഇവിടെ 10 പെൺകുട്ടികളെ കാണാതായ കാര്യങ്ങൾ നീയും അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ ഹീറോയിൻ പറയും, അതിൽ 2 പെൺകുട്ടികൾ എന്റെ സഹോദരികളാണെന്ന്. ഇവരൊന്നും വിശ്വാസമായില്ലേലും ഹീറോയിൻ അവരുടെ കൂടെ കാട്ടിലേക്ക് പോകും, വഴി കാണിക്കും. നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ വേട്ട ചെയ്യാനുള്ള എല്ലാ ആയുധങ്ങളും ഉണ്ടാവും. റൈറ്റ് ഹാൻഡിന്റെ കയ്യിൽ കുറെ കത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറോസിനോട് ആയുധം എവിടെയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആയുധം ഇതാണെന്നും പറഞ്ഞ് പ്രേതം എവിടെയാണെന്നുള്ള കാണിച്ചു തരുന്ന ഒരു മെഷീൻ എടുത്ത് ചെവിയിലൊക്കെ വെച്ച് കുറെ ഡയലോഗ് അടിക്കുമ്പോൾ ഹീറോയിൻ വാളെടുത്ത് അവിടുത്തെ മരങ്ങളും വള്ളിയും വെട്ടി മുന്നോട്ട് പോകും. അത് കാണുമ്പോൾ മെഷീനൊക്കെ അവിടെ വെച്ച് അവളുടെ പുറകെ എല്ലാരും പോകും. കുറെ നടന്നു പോകുമ്പോൾ അവിടെ ഉയരമുള്ള വലിയൊരു ഗോപുരം കാണും. അവിടെ ചുറ്റും മരങ്ങളും ഒരുപാട് കാക്കകളും പിന്നെ ഒരു കല്ലറ പോലെ ഒന്നുണ്ട്. പുരാതന കാലത്ത് പണിതതാണിത്. ഈ ഗോപുരത്തിന് ഒരുപാട് ചരിത്രമുണ്ടെന്ന് ഹീറോയിൻ പറയും. അതിനകത്ത് കയറാനുള്ള വഴി കാണിക്കാൻ ഹീറോസ് പറയുമ്പോൾ അതിന് സാധ്യമല്ല, അവിടേക്ക് വഴിയില്ലാന്ന് ഹീറോയിൻ പറയും. ആ സമയം ഹീറോയിൻ അവളുടെ അച്ഛൻ കുഞ്ഞിലെ ആ ഗോപുരം കാണിച്ച് അവളോട് പറയുന്നതൊക്കെ അവൾ ആലോചിക്കും. ആ ഗോപുരത്തിൽ ഒരു രാജ്ഞി ജീവിച്ചിരുന്നു. അവൾ അതീവ സുന്ദരിയായിരുന്നു, അസാമാന്യമായ സൗന്ദര്യത്തിൽ പേര് കേട്ടവൾ. അവളുടെ വിവാഹം അടുത്ത സമയം ആ ഗ്രാമത്തിൽ വലിയൊരു രോഗം പിടിപെട്ടു. ആളുകൾ മരിക്കുകയുണ്ടായി. ആദ്യം മരിച്ചത് രാജാവായിരുന്നു. ഈ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ രാജ്ഞി ഗോപുരം വിട്ട് താഴേക്ക് വരാതെ അതിനുള്ളിൽ തന്നെ ഇരുന്നു. പക്ഷെ രോഗം കാറ്റിൽ പടർന്ന് അവൾക്കും പിടിപെട്ടു. അവളുടെ സൗന്ദര്യമുള്ള മാംസമൊക്കെയും ചീഞ്ഞഴുകാൻ തുടങ്ങി. അവളുടെ നിലവിളി സമുദ്രം വരെ കേൾക്കാമായിരുന്നു. എന്നാൽ അവളുടെ സൗന്ദര്യം നശിക്കാതിരിക്കാൻ അവൾ ദുർമന്ത്രം ചെയ്തു തുടങ്ങി. അടുത്ത് പ്രസന്റ് കാണിക്കും. ജേക്കബ് അവന് ഫാന്റസിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ കഥയും ഒക്കെ ഒരു ഡയറിയിൽ കുറിക്കുന്ന സമയം ഒരു തേൾ അവന്റെ മുന്നിലൂടെ പോകും. എന്നാൽ അവൻ അത് കാര്യമാക്കില്ല. അപ്പോൾ ഒരു മരം അവിടെ നിന്ന് അനങ്ങി ഇളകി നീങ്ങി പോകുന്നു. അത് കണ്ട ഉടനെ അവർ ഒറ്റ ഓട്ടം ഓടുന്നു. ആ സമയം കോടാലിയുമായി നേരത്തെ കണ്ട രൂപം അത് വന്ന് ഇവരുടെ കുതിരകളിൽ ഒന്നിനെ ജീവനുള്ള എന്തോ പ്രാണിയെ കഴിപ്പിക്കും. റൈറ്റ് ഹാൻഡ് ഇവിടെ കല്ലറയ്ക്കുള്ളിൽ ഒരു റിംഗ് കാണും. അതെടുക്കാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് പക്ഷികൾ പറക്കും. ഇയാൾ അതിനെ ഷൂട്ട് ചെയ്യുന്ന സമയം അവിടെ മുഴുവൻ കാക്കകൾ കൊണ്ട് നിറയും. ഇവിടെ നിന്ന് പോകണമെന്ന് ഹീറോയിൻ പറയുമ്പോൾ വിൽ വന്ന വഴി ഇതാണ്, മരങ്ങൾ കണ്ടില്ല, ഇതാണ് നമ്മൾ വന്ന വഴി എന്ന് പറയും. മരങ്ങളെ വിശ്വസിക്കാൻ പാടില്ല, അത് ചതിക്കുമെന്ന് പറഞ്ഞ് ഒരു തവളയെടുത്ത് ഹീറോയിൻ അതിന്റെ മുകളിൽ നക്കി അതിനെ കൊണ്ട് വഴി കാണിപ്പിക്കും. ഹീറോസിന് ഇത് വിശ്വസിക്കാൻ പറ്റില്ല. എന്നെ വിശ്വസിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് വില്ലിന് ഈ തവളയെ നക്കാൻ കൊടുക്കും. അവനാണെങ്കിൽ അറപ്പ് കൊണ്ട് അത് നക്കില്ല, അവിടുന്ന് മാറി നിൽക്കും. വേറെ വഴിയില്ലാതെ ഹീറോയിന്റെ പുറകെ എല്ലാരും പോകും. നടന്ന് കുതിരകൾ നിൽക്കുന്ന കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തും. അപ്പം നമ്മുടെ ഹീറോയിനെ വിശ്വാസമാവും. അങ്ങനെ അവിടെ നിന്ന് മടങ്ങി നമ്മുടെ ആൾക്കാർ തിരിച്ച് ഗ്രാമത്തിലെത്തും. നിങ്ങൾ എന്നോട് കാട് കാണിക്കാൻ പറഞ്ഞു, ഞാൻ അത് ചെയ്തു, ഇനി എന്നെ ഒന്നിനും വിളിക്കരുതെന്ന് ഹീറോയിൻ പറഞ്ഞ് അകത്തേക്ക് പോകും. ഹീറോസ് അവളോട് നീ ഇങ്ങനെയൊന്നും പറയരുത്, നിന്റെ സഹായം ഞങ്ങൾക്ക് വേണമെന്ന് പറയും. സംഭവം ഹീറോയിന്റെ അച്ഛൻ വേട്ടയ്ക്ക് പോയി കാട്ടിൽ വെച്ച് മരിക്കും. അവളുടെ 2 സഹോദരികളെയും കാട് കൊണ്ടുപോയി. സോ ഇവിടത്തെ ശാപം ഹീറോയിന്റെ കുടുംബം കാരണമാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ വരില്ല എന്ന് പറയുന്നത്. അടുത്ത സീനിൽ രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയം പുറത്തെന്നെ രക്ഷിക്കണം എന്ന് ആരോ കരയുന്നത് ഒരു പെൺകുട്ടി കേൾക്കും. അവൾ എണീറ്റ് ഒറ്റയ്ക്ക് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അത് കറുത്ത രൂപം പ്രാണികൾ കൊടുത്ത കുതിരയുടെ അടുത്ത് നിന്നാണ്. അവൾ അതിനെ തലോടി സ്നേഹിക്കുന്ന സമയം
അതിന്റെ വായിൽ നിന്ന് പശ പോലെ എന്തോ ഒരു വല അവളുടെ കയ്യിൽ പറ്റും. അവൾ അത് വലിക്കും തോറും ആ വല വലുതായിക്കൊണ്ടിരിക്കും. കുറച്ചു കഴിയുമ്പോൾ ആ വല കുട്ടിയുടെ ശരീരം മുഴുവനും പൊതി. അവിടുത്തെ സൗണ്ട് കേട്ട് ഹീറോസ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഈ കുതിര ആ പെൺകുട്ടി അപ്പൊ തന്നെ വിഴുങ്ങും. എന്നിട്ട് അവിടെ നിന്ന് കാട്ടിലേക്ക് ഓടും. അതിന്റെ പുറകെ തന്നെ ഹീറോസും ഹീറോയിനും കാടിനകത്തേക്ക് പോകും. പോകുന്ന വഴിയിൽ മരങ്ങൾ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യും. ഹീറോയിനെ കുതിരപ്പുറത്തുനിന്ന് ചില്ലകൾ വലിച്ചെടുക്കും. ഹീറോസിനെ അറ്റാക്ക് ചെയ്യും. മരങ്ങൾ നടന്നു വരും. ആ സമയം ഹീറോയിൻ അവിടെ ഒരു ചെന്നായെ കാണും. നമ്മുടെ ഹീറോയിനും ആ ചെന്നായെ അന്വേഷിക്കുമായിരുന്നു. അങ്ങനെ ഹീറോയിനും ചെന്നായും തമ്മിൽ ഫൈറ്റ്. അവൾ അതിനെ അമ്പയും. പക്ഷെ അത് കൊള്ളാതെ രക്ഷപ്പെടും. ചെന്നായുടെ കണ്ണ് കണ്ട് ഹീറോയിൻ ഷോക്കാവും. ചെന്നായ അവളെ കൊല്ലാൻ അടുത്തേക്ക് വരുന്നതും അത് ഹീറോയിൻ ഒന്നും ചെയ്യില്ല. അതെന്താന്ന് ഇപ്പൊ നമുക്കറിയില്ല. അടുത്ത സീനിൽ എല്ലാവരും ഗ്രാമത്തിൽ വന്ന് ജേക്കബ് പറയും കാടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളും ആ ഗോപുരത്തിനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. ആ ഗോപുരത്തിനുള്ളിൽ ഒരു രാജ്ഞിയുണ്ട്. അവൾ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ജേക്കബ് പറയുമ്പോൾ ആരും അവനെ വിശ്വസിക്കില്ല. ആരും അവനെ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി എല്ലാം കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് ജേക്കബ് അവിടെ നിന്ന് പോകും. അടുത്ത സീനിൽ ഒരു പെൺകുട്ടി കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയം ഒരു കാക്ക ആ കിണറ്റിൽ വന്ന് വീഴും. കുട്ടി ആ കാക്കയെ കോരിയെടുത്ത് പാവ അത് ചത്തുപോയി എന്ന് പറയുമ്പോൾ കാക്ക ആ കുട്ടിയുടെ മേലെ ചെളി പോലെ എന്തോ കുടയും. ആ ചെളി കൊണ്ട് കുട്ടിയുടെ മുഖം എല്ലാം പൊതിയും. ഈ കുട്ടി എണീറ്റ് മുഖം തുടയ്ക്കുമ്പോൾ എന്റെ പൊന്നോ, ഈ കുട്ടിയുടെ മുഖത്ത് കണ്ണ് മൂക്ക് വായ ഇതൊന്നുമില്ല. ഈ സീൻ ഒയ്യോ ഒരു ഒന്നൊന്നര സീനായിരുന്നു. ഈ കാക്ക അവിടെ കുടഞ്ഞിട്ട ചെളിയെല്ലാം ഒരു രൂപമാകും. ആ രൂപത്തിന് കണ്ണ് മൂക്ക് വായ എല്ലാം ഉണ്ടാക്കും. അത് കുട്ടിയെ എടുക്കാൻ വരുന്നത് നമ്മുടെ ആളുകൾ അതിനെ ഷൂട്ട് ചെയ്യും. പക്ഷെ അതിനൊന്നും സംഭവിക്കില്ല. അത് കുട്ടീനെയും വലിച്ചെടുത്ത് നേരെ കിണറ്റിലേക്ക് ചാടി മറയും. അടുത്ത സീനിൽ ജേക്കബ് കുറെ സാധനങ്ങളും ഡെമ്മിയുമായി നേരെ കാടിനുള്ളിലേക്ക് പോകും. പോകരുതെന്ന് വില്ല് പറയെങ്കിലും ജേക്കബ് അത് കേൾക്കില്ല. അതിന്റെ ഒരു സൈഡ് ഡെമ്മി വെച്ച് മറ്റേ സൈഡിൽ വെയിറ്റ് ഇട്ട് പൊക്കി വിടും. ഈ ഡെമ്മി നേരെ ഗോപുരത്തിന്റെ പകുതി വരെ എത്തുള്ളൂ. ഇത് നേരെ താഴേക്ക് വീഴും. ഈ സമയം വില്ല് അവിടേക്ക് വരും. അവന്റെ സഹോദരനെ ഒറ്റയ്ക്ക് വിടാൻ അവൻ തയ്യാറല്ല. ഈ ഡെമ്മി വീഴുന്ന കണ്ട് ജേക്കബ് ആണെന്ന് കരുതി ഒരു നിമിഷം അവൻ പേടിച്ചു പോകും. ജേക്കബിനോട് ഇനി പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വില്ലിനറിയാം. അതുകൊണ്ട് അവൻ ജേക്കബിനെ ഗോപുരത്തിൽ കയറാൻ സഹായിക്കും. വലിയൊരു റോപ്പിട്ട് ജേക്കബ് അതിൽ തൂങ്ങി മുകളിലേക്ക് കയറും. മുകളിലെത്തി നോക്കുമ്പോൾ അതിന്റെ ചുറ്റും 12 ക്രിപ്റ്റോകൾ കാണും. അത് അവൻ വില്ലിനോട് വിളിച്ചു പറയും. എന്നിട്ട് ആ റോപ്പിൽ തൂങ്ങി നേരെ അതിലെ വിൻഡോ വഴി അകത്തേക്ക് കയറും. അവിടെ നോക്കുമ്പോൾ രാജ്ഞിയുടെ കിരീടം, കസേര, പിന്നെ ഒരു ബുക്കും കാണും. ജേക്കബ് ഇതെല്ലാം കൊണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയം താഴെ വില്ലിന് പേടി വരും. മരങ്ങൾ ചലിക്കുകയും പലയിടത്തു നിന്നും പല സൗണ്ടും കേൾക്കും. ജേക്കബ് ഇവിടെ ഗോപുരത്തിനുള്ളിൽ ഒരു തുണിയിൽ എന്തോ വരച്ച് എഴുതിയിരിക്കുന്നത് കാണും. അത് കണ്ട് അവൻ എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. രക്തചന്ദ്രൻ, 11 പെൺകുട്ടി, അങ്ങനൊക്കെ. ഇവിടെ താഴെ വില്ല് ഹീറോയിന്റെ അടുത്തേക്കുള്ള വഴി കാണിക്കാൻ അവൻ അറപ്പാണെങ്കിലും ആ തവളയെ പിടിച്ച് അതിന്റെ മുകളിൽ നക്കും. എന്നിട്ട് അതിനോട് വഴി കാണിക്കാൻ പറയുമ്പോ തവള മലർന്നു കിടന്ന് കൊഞ്ഞനം കുത്തും. ആ സമയം അവന്റെ പുറകിൽ വെള്ളത്തിൽ അത് നേരത്തെ ആ രൂപം കിണറിലേക്ക് കൊണ്ടുപോയ പെൺകുട്ടിയാണ്. വില്ല് ആ പെൺകുട്ടി എടുക്കാൻ അടുത്തേക്ക് വരുമ്പോ തന്നെ അവിടുത്തെ ചെന്നായ അവിടേക്ക് വരും. ആ ചെന്നായ അപ്പൊ തന്നെ കയ്യിൽ കോടാലി ഉണ്ടായിരുന്ന ആളുടെ രൂപം പ്രാപിക്കും. ഇത് കണ്ട് പേടിച്ച് വില്ല് അവിടെ ഒളിച്ചിരിക്കും. അയാൾ ഈ പെൺകുട്ടി എടുത്ത് നിനക്ക് വേണ്ടി ഞാൻ ഇത് കൊണ്ടുവന്നു രാജ്ഞി എന്ന് പറയുമ്പോഴുണ്ട് ട്വിസ്റ്റ്. ആ ഗോപുരത്തിന് മുകളിൽ ജേക്കബിന്റെ അടുത്ത് ഈ രാജ്ഞിയെ കാണിക്കും. ശരീരമാസകലം വയസ്സായി ഒരു വികൃത രൂപത്തിൽ ഒരു ചലനവും ഇല്ലാതെ രാജ്ഞി അവിടെ കിടക്കുന്നു. താഴെ ചെന്നായ മനുഷ്യൻ കുട്ടിയെ ഒരു കല്ലറയ്ക്കുള്ളിൽ കിടത്തി ആ പെൺകുട്ടിയുടെ കാലിൽ ഒരു റിങ് വെക്കും. അപ്പൊ തന്നെ ആ കാലുകൾ ഒരു രാജകുമാരിയുടെ കാല് പോലെയാണ്. എന്നിട്ട് ഇയാള് കുട്ടിയുടെ കയ്യിൽ കുത്തി അതിൽ നിന്ന് ചോര വരുന്ന സമയം ഗോപുരത്തിനുള്ളിൽ ഒരു കാക്ക രാജ്ഞിയുടെ വായിൽ ഒരു മുത്ത് കൊണ്ടുവെക്കും. അപ്പൊ തന്നെ രാജ്ഞിക്ക് ജീവൻ വെക്കും. ഇത് കണ്ട് ജേക്കബ് പേടിച്ച് ഓടുന്നത് ഒരു കണ്ണാടിയുടെ മുന്നിൽ പെടും. അപ്പോണ്ട് അടുത്ത സസ്പെൻസ്. ഈ രാജ്ഞി കണ്ണാടിയിൽ അവളുടെ അതിസുന്ദരമായ അഴകുമായി ജേക്കബിനടുത്തേക്ക് വന്ന് ഇനി നീ പറയും ഞാനിപ്പോഴും മറ്റുള്ളവരെല്ലാരെക്കാളും അതീവ സുന്ദരിയല്ലേ, നിനക്ക് പ്രശംസയോ അധികാരമോ എന്താണ് വേണ്ടത് എന്നൊക്കെയും ചോദിച്ച് ജേക്കബിനെ മയക്കും. സംഭവം ഈ കണ്ണാടി ഒരു മാന്ത്രിക കണ്ണാടിയാണ്. സത്യത്തിൽ രാജ്ഞി വികൃത രൂപമായി ആ കിടക്കയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ കണ്ണാടിയിൽ ഒരുപാട് ചന്തമുള്ള രാജകുമാരിയായി വരുന്നു. അതെന്താണെന്നുള്ളത് ഒരു വലിയ സസ്പെൻസ് ആണ്. അത് അവസാനം പറഞ്ഞുതരാം. ഇവിടെ താഴെ വില്ല് ആ കല്ലറ തുറന്ന് കുട്ടിയെടുക്കുമ്പോൾ ഈ ചെന്നായ മനുഷ്യൻ ഇത് കണ്ട് അവന്റെ കയ്യിലെ കോടാലി കൊണ്ട് വില്ലിനെ അറ്റാക്ക് ചെയ്യും. അവൻ എത്ര ഒഴിഞ്ഞു മാറിയാലും ഈ കോടാലി കറങ്ങി തിരിഞ്ഞ് അവന്റെ നേർക്ക് തന്നെ തിരിച്ചു വരും. വില്ല് അവിടെ നിന്ന് ഓടി ജേക്കബിനെ കാണാത്തത് കൊണ്ട് ഒരു കല്ലെടുത്ത് ആ ഗോപുരത്തിനകത്തേക്ക് കയറി. ഈ കല്ല് നേരെ ചെന്ന് കൊള്ളുന്നത് ആ കണ്ണാടിയിലാണ്. അപ്പോഴാണ് ജേക്കബിന് ബോധം വീഴുന്നത്. അപ്പോഴേക്കും താഴെ വലിയ മനുഷ്യൻ വില്ലിനെ അറ്റാക്ക് ചെയ്യാൻ വീണ്ടും വന്നു. അവിടുത്തെ വിൻഡോ വഴി രാജ്ഞിയുടെ കുറെ നരച്ച മുടിയുമായി ആ ചെന്നായ മനുഷ്യന്റെ പുറത്തേക്ക് ചാടും. കയറിനേക്കാൾ നീളമുള്ള മുടിയാണെന്ന് തോന്നുന്നു. ഹീറോസ് വലിയ മനുഷ്യന്റെ കോടാലി എടുത്ത് ആ പെൺകുട്ടി എടുത്ത് തിരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആ കാടിനുള്ളിലെ മരങ്ങൾ അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ജേക്കബ് പേടിച്ച് കോടാലി എടുത്ത് മുന്നിൽ കാണിക്കുമ്പോൾ ഈ മരങ്ങൾക്ക് ഇവരുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല. സംഭവം ഈ കോടാലി ഒരു മന്ത്ര കോടാലിയാണ്. അത് ഉപയോഗിച്ച് ഹീറോസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഗ്രാമത്തിലെത്തും. അവിടെ എത്തി എല്ലാവരും നോക്കുമ്പോൾ കുട്ടിക്ക് അനക്കമില്ല. അപ്പൊ
അപ്പൊ അവിടെയുള്ള മുത്തി പറയും, അവൾ ശപിക്കപ്പെട്ടു, ഇനി രക്ഷയില്ല, ഇന്ന് രാത്രി രക്തചന്ദ്രൻ വരാൻ പോകുന്നു. ജേക്കബിന് ഇത് കേൾക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലാകും. മഹാദുർമന്ത്രവാദിയായ രാജ്ഞി തന്റെ സൗന്ദര്യം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് 12 കുട്ടികളെ ബലി കഴിപ്പിക്കുന്നത്. അവരുടെ 12ാമത്തെ കുട്ടിയായിരുന്നു ഇത്. എന്നാൽ ഹീറോസ് ആ കുട്ടിയാണ് അവരുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് വന്നത്. ഇനി എന്തായാലും 12ാമതൊരു കുട്ടിയെ രാജ്ഞിക്ക് ഇവിടെ നിന്ന് കിട്ടണം. ഇതെല്ലാം മനസ്സിലാക്കി ജേക്കബ് ജനങ്ങളോട് പറയും, എത്രയും വേഗം ബാക്കി കുട്ടികളെയും കൊണ്ട് ഈ ഗ്രാമത്തിൽ നിന്ന് പോകാൻ. ജനങ്ങൾ അവരുടെ കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ നേരം അവിടുത്തെ തലവൻ അങ്ങോട്ടേക്ക് വന്ന്, ഇപ്പോഴും ഇവരുടെ കെട്ടുകഥ കേട്ട് നിങ്ങൾ മണ്ടന്മാരാകാൻ നിൽക്കുവാണോ? ഇനി ആ കാടാണ് പ്രശ്നമെങ്കിൽ ഹീറോസിനെ കാടിനുള്ളിൽ കെട്ടിവെച്ച് കാട് മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കാൻ പറയും. അടുത്ത സീനിൽ ആ കാട് മുഴുവൻ ചുട്ടരിക്കാൻ പോകുന്നു, കൂടെ നമ്മുടെ ഗ്രിം ബ്രദേഴ്സിനെ. ആ സമയം ഹീറോയിൻ അങ്ങോട്ടേക്ക് വന്ന് ഹീറോസിനെ രക്ഷപ്പെടും. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന സമയം ആ ചെന്നായ ഹീറോയിന്റെ മുന്നിൽ അറ്റാക്ക് ചെയ്യാൻ വരും. ചെന്നായ മുന്നിൽ വന്ന് ആ വലിയ മനുഷ്യന്റെ രൂപം പ്രാപിക്കും. കൊണ്ട് അടുത്ത ട്വിസ്റ്റ്, അത് ഹീറോയിന്റെ അച്ഛനാണ്. അവൾക്ക് ഇത് കണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഒരു സീൻ കാണിക്കും. ഒരുപാട് തണുപ്പുള്ള സമയം ഹീറോയിന്റെ അച്ഛൻ വേട്ടയ്ക്ക് പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും ആ സമയം മരണപ്പെട്ടു. എന്നാൽ ഹീറോയിന്റെ അച്ഛന് കുറച്ച് ജീവൻ ബാക്കിയുണ്ടായിരുന്നു. ആ സമയം കുറെ കാക്കകൾ ചേർന്ന് അച്ഛനെ ഗോപുരത്തിനുള്ളിൽ ആ കണ്ണാടിന് മുന്നിൽ എത്തിക്കും. ഗോപുരത്തിലെ രാജ്ഞി അവൾക്ക് വേണ്ടി വേല ചെയ്യാൻ ഹീറോയിന്റെ അച്ഛന്റെ നെഞ്ചിൽ ഒരു വലിയ ആണി കുത്തിയിറക്കി പുതിയൊരു ജീവൻ നൽകും. ഇവിടെ പ്രസന്റിൽ അടുത്ത ട്വിസ്റ്റ്, ഹീറോയിനെ അവളുടെ അച്ഛൻ മയക്കി 12ാമത്തെ പെണ്ണാക്കി കൊണ്ടുപോകാൻ നോക്കും. ഹീറോസ് വന്ന് അയാളെ അറ്റാക്ക് ചെയ്ത് തടയുമ്പോൾ ഹീറോയിൻ തീർച്ച അവിടെയുള്ള വെള്ളത്തിൽ വീഴും. എന്നിട്ട് അതിനുള്ളിൽ മെല്ലെ മെല്ലെ താഴ്ന്നുകൊണ്ടേയിരിക്കും. ജേക്കബ് അവളെ രക്ഷിക്കാനെടുത്ത് ചാടുമ്പോൾ ഈ ചെന്നായ മനുഷ്യൻ ആ വെള്ളം ഐസാക്കും. ഹീറോയിൻ ശ്വാസം മുട്ടി അതിനകത്തേക്ക് താഴ്ന്നു പോകും. ഹീറോയിൻ ആ വെള്ളത്തിൽ നിന്ന് മറയുമ്പോൾ അവിടുത്തെ ഐസ് മാറി പഴയതുപോലെ വെള്ളമാകും. ജേക്കബ് ആ സമയം വില്ലിനോട് വിളിച്ചു പറയും, അഞ്ജലിക്കാണ് 12ാമത്തെ ആളെന്ന്. അപ്പൊ തന്നെ ഒരു വലിയ കൊടുങ്കാറ്റ് അവിടെ വീശും. ആ കാറ്റിന്റെ ശക്തിയിൽ തലവൻ കത്തിച്ച കാട്ടിലെ തീയെല്ലാം കെട്ടുപോകും. തലവൻ നോക്കുമ്പോൾ അയാൾക്ക് എന്താ സംഭവിക്കുന്നെന്ന് അറിയില്ല. അവിടെ കെട്ടിവെച്ചിരുന്ന ഹീറോസിനെയും കാണില്ല. ഇത് കൊണ്ട് ടെൻഷനായി തലവൻ വീണ്ടും, നീയൊക്കെ മാജിക് കാണിച്ച് മുങ്ങുവാനോടാന്ന് ചോദിച്ച് കാടിനുള്ളിൽ സെർച്ച് ചെയ്യാൻ എല്ലാ പട്ടാളക്കാരെയും വിളിക്കും. എന്നാൽ അവർ പേടിച്ച് വരില്ല എന്ന് പറയുമ്പോൾ സ്വന്തം പട്ടാളക്കാരെ തന്നെ തലവൻ ഷൂട്ട് ചെയ്ത് കൊല്ലും. എന്നിട്ട് തലവൻ, റൈറ്റ് ഹാൻഡ്, മന്ത്രി 3 പേരും കാട്ടിനുള്ളിലേക്ക് പോകും. ഈ ചെന്നായ മനുഷ്യൻ ഹീറോയിനെ എടുത്ത് കല്ലറയിൽ കിടത്തി റിങ് ധരിപ്പിച്ച് അവളുടെ രക്തം എടുത്തു കഴിഞ്ഞ് കാക്കകൾ അയാളെ ഗോപുരത്തിന് മുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തി അയാൾ 12ാമത്തെ ആളുടെ രക്തമാണെന്ന് പറഞ്ഞ് രാജ്ഞിക്ക് കൊടുക്കും. ഹീറോസ് ഇവിടെ എങ്ങനെയൊരു രാജ്ഞിയെ തടയാൻ നോക്കുമ്പോൾ ഈ തലവനും കൂട്ടരും അങ്ങോട്ടേക്ക് വന്ന് ഹീറോസിനെ പിടിക്കും. അവരെ ഇപ്പൊ തന്നെ കൊല്ലാൻ റൈറ്റ് ഹാൻഡിനോട് പറയും. ഇവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ തടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് തലവനോട് റൈറ്റ് ഹാൻഡ് പറയും. തലവൻ ഉടനെ ദേഷ്യം വന്ന് റൈറ്റ് ഹാൻഡിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. എല്ലാം കൈവിട്ടു പോകുന്നെന്ന് കണ്ട് ഹീറോസും തലവനും തമ്മിൽ ഒരു കിടിലൻ ഫൈറ്റ്. അതിൽ മന്ത്രി ജേക്കബ് കോടാലി വെച്ച് വെട്ടിക്കൊല്ലും. എന്നിട്ട് രാജ്ഞിയെ തടുക്കാനുള്ള വഴി നോക്കും. അപ്പോഴേക്കും രക്തചന്ദ്രൻ അടുത്തിരിക്കുന്നു. തലവനും വില്ലും ഫൈറ്റ് ചെയ്ത് ഗോപുരത്തിലെ പടിയിൽ നിൽക്കുമ്പോൾ വില്ല് തലവനെ കുത്തിക്കൊന്ന് ഒരു കല്ലിലിടിച്ച് താഴേക്കിടും. ആ കല്ല് വീഴുന്നത് ജേക്കബ് ഒരുക്കി വെച്ച സീസോയിൽ. ജേക്കബ് നേരെ പറന്ന് ഗോപുരത്തിനുള്ളിലെത്തും. ചെന്നായ മനുഷ്യൻ രാജ്ഞിയെ രാജകസാരയിൽ ഇരുത്തി തലയിൽ കിരീടം അണിയിച്ച് രക്തം കുടിക്കാൻ കൊടുക്കും. ഇത് കണ്ട് ജേക്കബ് അത് തടുക്കാൻ അടുത്തേക്ക് വരുമ്പോ അവനെ രാജ്ഞി വലിച്ചെടുത്ത് ചുമരിൽ വെക്കും. പിന്നെ അവൻ അവിടെ നിന്ന് അനങ്ങാൻ കഴിയില്ല. അവന്റെ ഇടുപ്പിലുണ്ടായിരുന്ന രാജ്ഞിയുടെ മുടിയിൽ തൂങ്ങി വില്ലകത്തേക്ക് വരാൻ നോക്കും. അപ്പോൾ ഉണ്ട് ഒരു സസ്പെൻസ്. താഴെ റൈറ്റ് ഹാൻഡ് മരിച്ചിട്ടില്ല, അവന്റെ വെസ്റ്റിലാണ് വെടികൊണ്ടത്. വില്ല് മുകളിലേക്ക് വന്ന് രാജ്ഞിയെ കൊല്ലാൻ കത്തിയെടുത്ത് അടുത്തേക്ക് വരുമ്പോൾ അവനെയും ചുമരിലേക്ക് പറപ്പിക്കും. ഇപ്പൊ നമ്മുടെ ഹീറോസ് തമ്മിൽ റിയൽ ആയിട്ട് കൊല്ലാൻ നോക്കും. ഹീറോസിന്റെ കൺട്രോൾ മുഴുവൻ ഇപ്പൊ രാജ്ഞിയുടെ കയ്യിലാണ്. അങ്ങനെ രക്തചന്ദ്രൻ മുഴുവനായി രാജ്ഞിയുടെ സുന്ദരമായ രൂപം അവൾക്ക് കിട്ടും. അതേസമയം തന്നെ ജേക്കബ് വില്ലിനെ കുത്തി രണ്ടുപേരും താഴേക്ക് വീഴും. ഒരുപാട് സങ്കടത്തോടെ ഇത് ഞാൻ മനഃപൂർവ്വം അല്ല എന്ന് ജേക്കബ് പറയും. എന്നാൽ ഇവര് വീഴുന്നത് കണ്ണാടിയുടെ മുന്നിലാണ്. ആ കണ്ണാടിയിൽ രാജ്ഞി വന്ന് വില്ലിനെ മയക്കാൻ നോക്കും. എനിക്ക് വേണ്ടി നീ വേല ചെയ്യണം, നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് ചെന്നായ മനുഷ്യന്റെ നെഞ്ചിൽ കുത്തിയിരുന്ന ആണി വില്ലിന്റെ നെഞ്ചിലേക്ക് രാജ്ഞി കുത്തിയിറക്കും. ചെന്നായ മനുഷ്യൻ അങ്ങനെ മരണം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞ് രാജ്ഞി വില്ലിനെ മയക്കി ചുംബിക്കാൻ നോക്കുമ്പോൾ ജേക്കബ് ആ കോടാലി എടുത്ത് കണ്ണാടി അടിച്ച് പൊട്ടിക്കും. അപ്പൊ തന്നെ രാജ്ഞിയുടെ മുഖം ചില്ലുപോലെയാകും. ഹീറോയിന്റെ അച്ഛൻ ഇപ്പൊ നല്ലവനായിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ ആ കണ്ണാടി എടുത്ത് അയാൾ വിൻഡോയിൽ നിന്ന് താഴേക്ക് ചാടും. അയാളെ പിടിക്കാൻ രാജ്ഞിയുടെ പുതിയ സേവകൻ നമ്മുടെ വില്ലും കൂടെ ചാടും. കണ്ണാടി താഴെ വീണ് പൊട്ടുമ്പോൾ രാജ്ഞിയുടെ ശരീരം മുഴുവൻ പൊട്ടിത്തെറിക്കും. ആ ഗോപുരമെല്ലാം തകർന്ന് തരിപ്പണമാകും. ജേക്കബ് വീഴുന്നത് രാജ്ഞിയുടെ ബെഡിലാണ്. അതുകൊണ്ട് അവനൊന്നും സംഭവിക്കില്ല. ജേക്കബും റൈറ്റ് ഹാൻഡ് വില്ലിനടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവൻ മരിച്ചിരിക്കുന്നു. ഈ കഥ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് കല്ലറയിൽ കിടക്കുന്ന ഹീറോയിനെ ആത്മാർത്ഥമായി സ്നേഹത്തിൽ ചുംബിക്കാൻ ജേക്കബിനോട് പറയും. അവൻ ആത്മാർത്ഥമായി സ്നേഹത്തോടെ ചുംബിക്കുമ്പോൾ അവൾക്ക് ജീവൻ വെക്കും. ഉടനെ തന്നെ ആ കാടിനുള്ളിലെ നിഗൂഢതയിൽ അകപ്പെട്ട ബാക്കി 11 പെൺകുട്ടികളും അവിടേക്ക് വരും. വില്ലിനെ വന്ന് നോക്കുമ്പോൾ അവൻ ഇപ്പോഴും അനക്കമില്ല. ജേക്കബ് ആത്മാർത്ഥമായി അവനെ ചുംബിക്കാൻ വരുമ്പോൾ വില്ലിന് നേരത്തെ തന്നെ ജീവൻ വെച്ചു. നീ ചുംബിക്കേണ്ട, അവളോട് ചുംബിക്കാൻ പറടാന്ന് പറയും. അങ്ങനെ നമ്മുടെ പെണ്ണ് വന്ന് അവനെ ചുംബിക്കുമ്പോൾ ചെറുക്കന് സന്തോഷമാവും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെ കുട്ടികളെ എല്ലാം രക്ഷപ്പെടുത്തി അവിടുത്തെ ശാപവും അകറ്റി ഗ്രാമത്തിലേക്ക് വരും. റൈറ്റ് ഹാൻഡ് പുള്ളി വിഗ് വെച്ചിട്ടുണ്ട്. അതെവിടെയെങ്കിലും തെറിച്ചു വീഴുമ്പോൾ പുള്ളി ഇടയ്ക്ക്
ഇടയ്ക്കിടയ്ക്ക് മുട്ടയാവുന്നത്. അങ്ങനെ ദി ഗ്രിം ബ്രദേഴ്സ് കാരണം ഗ്രാമം മുഴുവൻ സന്തോഷത്തിലായിരിക്കുന്നു. എല്ലാരും കളിച്ച് ചിരിച്ച് ഡാൻസ് ചെയ്യുന്ന സമയം ഈ സിനിമ അവസാനിക്കുന്നു. അപ്പൊ മുത്തുകളെ, ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ പണ്ട് സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. അവൾക്ക് രോഗം പിടിപെട്ടപ്പോൾ അവളുടെ സൗന്ദര്യം നഷ്ടാവാതിരിക്കാൻ അവളുടെ സുന്ദരമായ മുഖം ആ ഗോപുരത്തിലെ കണ്ണാടിയിൽ ദുർമന്ത്രം ചെയ്തു വെച്ചു. കണ്ണാടിയുടെ മുന്നിൽ ആര് വന്നാലും അവൾ അതീവ സുന്ദരിയായി കാണപ്പെടും. എന്നാൽ ഈ രാജകുമാരി 500 വർഷത്തിലേറെ മരണമില്ലാതെ അവളുടെ യഥാർത്ഥ രൂപത്തിന് വേണ്ടി കാത്തിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി ഇതെല്ലാം കാണിച്ചു കൂട്ടിയത്. ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഒരു കിടിലൻ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് സസ്പെൻസ്, ത്രില്ലിംഗ്, അതിവിടെ എത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ഫീൽ ആയില്ലെങ്കിൽ അത് സിനിമയുടെ കുഴപ്പമല്ല കേട്ടോ, എന്റെ കുഴപ്പമാണ്. അങ്ങനെ ഫീൽ ആയില്ല എന്ന് തോന്നിയാൽ ഒറിജിനൽ വെർഷൻ ഒന്ന് കണ്ടു നോക്കൂട്ടോ. എന്തായാലും നിങ്ങളുടെ ഓരോ അഭിപ്രായവും കമന്റിൽ എഴുതി രേഖപ്പെടുത്തും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു അടിപൊളി സിനിമയുമായി സുൽത്താൻ ക്രിയേഷൻസിൽ നമുക്ക് വീണ്ടും കാണാം.